വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഹാലോവീൻ സ്പോട്ടിലോട്ട് പോകുന്നതാണ് ഇന്നത്തെ വ്ളോഗ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ സെൻട്രൽ സ്റ്റേഷനിലെത്തി. അവിടെ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തു. ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ തന്നെ. അപ്പോൾ മലർ ടാഗ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഇതേപോലെ ULSL എന്നൊക്കെ പറഞ്ഞിട്ട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ UL ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം നമുക്ക് ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് UL എന്ന് പറഞ്ഞ ടിക്കറ്റ് നമുക്ക് ഇതേപോലെ ബസ്സിലും അതേപോലെ തന്നെ നമുക്ക് ട്രെയിനിലും ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിക്കറ്റാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്ന ട്രെയിൻ ഗാവ്ലെ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ നമ്മൾ അതിന് മുന്നത്തെ ഒരു സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മളതിൽ കയറി കഴിഞ്ഞ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതേപോലെ ടിക്കറ്റ് ചെക്കറാണ് ലോക്കോ പൈലറ്റിന് ഇതേപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. എല്ലാവരും കയറിയിട്ടുണ്ട്, ഡോർസ് ക്ലോസ് ചെയ്യാം, ട്രെയിൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇതിലെ ഒരു ബോക്സിൽ ലോക്ക് ചെയ്തിട്ടാണ് അവർ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്സാല സി എന്ന് പറയുന്ന ഉപ്സാല സെൻറ്ററിൽ നിന്ന് നമ്മളങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു വീക്കെൻഡിലായിരുന്നു പുറപ്പെട്ടിരുന്നത്. പക്ഷേ ട്രെയിനിൻ്റെ ഉള്ളിൽ നല്ല തിരക്ക് കുറവായിരുന്നു, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും സൈഡ് സീറ്റ്, അതായത് വിൻഡോ സീറ്റിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാഴ്ചകൾ കണ്ടു. അപ്പോൾ അതിൽ സ്റ്റോർവേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഷനിൽ കണ്ട കാഴ്ചയായിരുന്നു അത്. നമുക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നിട്ട് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് എടുത്തിരുന്ന പോലെ മെഷീൻസൊക്കെ ഇവിടെയും വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ. അപ്പം അങ്ങനെ ഓരോ സ്റ്റേഷനും കടന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 3-4 സ്റ്റേഷന് ശേഷം ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. ഫുർവിക്ക് എന്നായിരുന്നു സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനിലെ പാസഞ്ചേഴ്സിൽ മെജോറിറ്റിയും ഇവിടേക്ക് ഇറങ്ങുന്ന ആൾക്കാരായിരുന്നു ഈ ഒരു സ്പോട്ടിലോട്ട് വേണ്ടിയിട്ട്. ഹാലോവീൻ സീസൺ ആയതുകൊണ്ട് തന്നെ ഹാലോവീൻ റിലേറ്റഡ് ഫൺ ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്രത്യേക ഒരു സ്പേസിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി ഫീസ് അവിടെ പേ ചെയ്തു. അപ്പോൾ നമ്മൾ പതുക്കുള്ളിലേക്ക് വരാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെയും ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതിലോട്ട് വെൽക്കം. നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് അത്യാവശ്യം നമ്മുടെ ജേർണി സ്റ്റാർട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഫസ്റ്റ് കയറേണ്ടത് ഒരു ട്രെയിനിലായിരുന്നു, എക്സ്പ്രസ് ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി വന്നതിൻ്റെ റിയാക്ഷനാണിത്. ഇപ്പം തന്നെ ഒരു സ്പൂക്കി ട്രെയിനിലോട്ട് കയറി വന്നതിൻ്റെ എഫക്റ്റാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത്. പേടി. അവിടുത്തെ ഇവിടുത്തൊക്കെ ബോഗിയിലൊക്കെ ഓരോരുത്തർ വന്നിട്ട് ആയിരുന്നു. ഈ ബാക്കിൽ കാണുന്ന ട്രെയിനിലായിരുന്നു ഓരോരുത്തർ ഇതേപോലെ സോംബികളായി വന്ന് നിന്നിട്ട്. ഇപ്പം ഇങ്ങനെ ഇരുട്ടുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നതനുസരിച്ച് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മളെ അടുത്തേക്ക് വരും. അങ്ങനത്തേക്ക് ആയിരുന്നു. ചിലവരനങ്ങും ചിലരാണെങ്കിൽ കുറേ ഡെഡ് ബോഡീസും കുറേ കണ്ണും ഡിഷസൊക്കെ ആയിട്ട് കൊടുക്കുന്നത് പാൻട്രിയിലൊക്കെ കണ്ണൊക്കെയായിരുന്നു. ഉള്ളില് ക്യാമറ ഇല്ല, ഉപയോഗിക്കാൻ പറ്റില്ല, ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്യാമറ വെച്ച് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളുടെ റിയാക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നെഞ്ചിടിച്ചോണ്ടിരിക്കുക റിയാക്ഷൻ. പക്ഷെ നല്ല മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ സ്കെയറി ആയിരുന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ലിറ്റിൽ സ്കെയറിയും അധികം പേടിക്കാനില്ലാത്ത രീതിയിലുള്ള ഒരു സ്കെയറി തിങ്ങൊക്കെ ആയിരുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഇവരൊരു പാർക്കാണ്, ഫുർവിക്സ് പാർക്ക് എന്ന് പറയും. ഈ ഒരു പാർക്കിൽ ഇതേപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഓരോ സീസണിൽ എക്സിബിഷൻ ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഹാലോവീൻ്റെ സീസൺ ആയതുകൊണ്ട് ഇവർ മെയിനായിട്ട് ഇതൊരു ഏരിയ ഫുള്ളെടുത്തിട്ട് അതിലോട്ട് ഫുർവിക് ഹാലോവീൻ സ്പോട്ടാക്കി മാറ്റാണ് ചെയ്തത്. സെമിത്തേരിയും ഇതേപോലെ പംകിൻ കാർവ് ചെയ്തിട്ടും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും അതേപോലെ തന്നെ കുറേ റൈഡുകളും അങ്ങനെ ഒരു മൊത്തത്തിലൊരു പാക്കേജ് പോലെയാണ് ഈ ഒരു സ്പോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. കൂടുതലായിട്ട് ഞങ്ങൾക്ക് കണ്ടിരുന്നത് ഫാമിലി ആയിട്ട്, അതായത് കുട്ടികളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡേ എടുത്ത് വന്ന പോലെയായിരുന്നു. കുറേ
പേര് നമ്മൾ കണ്ടിരുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഇത്. കാരണം അവർക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാർക്ക് ഏരിയ കൂടുതലായിട്ട് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതല്ലാതെ ഫുഡ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു, പിന്നെ സൂ അടക്കം ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അവസാനം സൂ ആണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫുൾ പാക്കേജ് തന്നെയായിരുന്നു ഈ ഒരു സ്പോട്ടിലോട്ട് നമ്മൾ എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്കിപ്പം കുറേ സൊവനിയേഴ്സ് ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ, ടീഷർട്ട്സ്, ക്യാപ്പ്, അങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അവിടെ നമുക്ക് പേ ചെയ്തിട്ട് ഇതേപോലെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ പോപ്കോൺസ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫൺ രീതിയിൽ നമുക്ക് കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനും ഇതേപോലെ നമുക്ക് വാങ്ങാനും പറ്റും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടിരുന്ന ഒരാളായിരുന്നു ഇത്. അങ്ങനെ കോസ്റ്റ്യൂംസൊക്കെ വേറെ ഇതിരുന്ന് ഇതേപോലെ 1-2 പേരെ നമുക്ക് കാണാനായിട്ട് പറ്റി കയറി വന്ന എൻട്രൻസിൽ തന്നെ. അതിന് ശേഷം നമ്മളിതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പംകിൻസ് ഇതേപോലെ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്കറിയാം ഹാലോവീൻ സീസൺ എന്ന് പറയുന്നത് പംകിൻ കാർവിങ് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു കുറേ പംകിൻസ് നമുക്ക് എണ്ണെടുക്കാൻ പറ്റില്ല, അത്രയും പംകിൻസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ ഇതേപോലെ ഓൺ ദ വേയിൽ കണ്ടിരുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ കോസ്റ്റ്യൂംസ് ഇട്ട് വന്നിരുന്നവർ നമ്മളെ പല ആംഗിളിൽ നിന്നും നമ്മൾ പേടിപ്പിക്കാൻ വരും. നമ്മൾ അതിലൊന്നും വിട്ട് കൊടുക്കരുത്. പക്ഷേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ കാണാണ്ടും ഇവർ വരുന്നു. അപ്പോൾ നല്ല രസമായിരിക്കും. പേടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പേടിച്ച് അങ്ങനെ നിന്ന് പൊയ്ക്കോളും. പിന്നെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതൊക്കെ ഇഷ്ടമായിരുന്നു. കുട്ടികളൊക്കെ പ്രേതങ്ങളോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂം പെട്ടവരോട് മെയിനായിട്ട് അങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് ചെയ്തിരുന്നത്. എനിക്ക് പക്ഷേ നല്ല പേടിയായിരുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ വരുമ്പോൾ തന്നെ. നമ്മളിങ്ങോട്ട് വന്നിരുന്ന മലർ ടാഗ് എന്ന് പറയുന്ന ട്രെയിനിൻ്റെ ഒരു സ്കെൽറ്റൽ വ്യൂ ആണിത്. ഈ റൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവിടെയാണ് ഫുൾ റൈഡിൻ്റെ സെഷൻ ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ അങ്ങനെ ഞങ്ങൾ സ്വീഡനിൽ വന്നിട്ട് ആദ്യത്തെ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ 2 പേര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു കാര്യത്തിലോട്ട്. കാരണം ഞങ്ങളിവിടുത്തെ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഡ്രാഗണിലായിരുന്നു ഞങ്ങൾ ആദ്യം കയറിയിരുന്നത്. അപ്പോൾ കാണുമ്പോൾ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് ഒക്കെ ഭയങ്കര സ്ലോ മോഷനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഓൺ ദ വേ അത് നല്ല സ്പീഡിൽ പോയിരുന്നത്. ഞങ്ങൾ 2 ആളും കണ്ണടച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോകാൻ പോവാണ് ചൈനീസ് ഡ്രാഗൺ റൈഡിലോട്ട് കയറാൻ പോവാണ് നമ്മൾ. എന്താവുന്നൊരു പിടിയില്ല. കയറി വന്നിട്ട് ബാക്കി പറയാം അല്ലേ? എക്സൈറ്റഡ് ആണോ? അങ്ങനെ ഞങ്ങൾ റൈഡ് കയറി വന്നതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുൾ ടൈം കണ്ണടച്ചിരിക്കുകയായിരുന്നു പേടി കാരണം. പിന്നെ മെയിൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ആ റൈഡ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഞങ്ങൾക്ക് 2 ആൾക്കും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഞങ്ങൾ കയറിയിരുന്നത് ഒരു ഗോസ്റ്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു ഗുഹ പോലത്തെ ഒരു ഉള്ളിലേക്കായിരുന്നു. അതെന്ന് പറഞ്ഞാൽ കുറേ ഇതേപോലെ ഗോസ്റ്റുകൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവരെയൊക്കെ കണ്ടുപിടിച്ച് ഇതേപോലെ ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഈ ഒരു റൈഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് വലിയൊരു ലോങ് ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യൂവിൽ നിന്നിരുന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം ഇതിൻ്റെ റൈറ്റിങ്സിൽ യൂസ് ചെയ്യുന്ന ലൈറ്റായിരുന്നു. അപ്പോൾ ഫ്ലൂറസെൻ്റ് ലൈറ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിലും കയ്യിലും ഒക്കെ നമുക്ക് ഈ ഒരു ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു റൈറ്റിങ്സ് അല്ലെങ്കിൽ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു, എത്ര ഇരുട്ടാണെങ്കിലും. അപ്പോൾ അതേപോലത്തെ ഫ്ലൂറസെൻ്റ് ലൈറ്റൊക്കെ ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സയൻറ്റിസ്റ്റിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ് നമ്മളുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരുന്നു ഈ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ടായിരുന്നത്. സ്വീഡിഷിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായത് ആ ഒരു ട്രെയിൻ ട്രോളിയിൽ കയറി കഴിഞ്ഞാൽ ഗണ്ണുണ്ടായിരിക്കും. ആ ഗണ്ണനുസരിച്ച് നമ്മൾ ഗോസിനെ ഓൺ ദ വേയിൽ കാണുന്നത് അനുസരിച്ച് നമ്മൾ ഇതേപോലെ ഷൂട്ട് ചെയ്തിടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്പോട്ടുകൾ ഉണ്ടായിരിക്കും, റെഡ്, യെല്ലോ, ഗ്രീൻ. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്തിടുന്നതനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ആ സയൻറ്റിസ്റ്റ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലൈനിൽ
ക്യൂവിൽ പോയിട്ട് അവസാനം ഞങ്ങൾ ആ റൈഡ് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ട്രെയിൻ ട്രോളി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഡോറൊക്കെ തട്ടി തുറന്നിട്ട് നമുക്ക് കാണുന്ന ഈ ഒരു സ്പോട്ടുകളിൽ നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതനുസരിച്ചാണ് പോയിൻറ്റ്സ് ഇതേപോലെ കയറുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 2 ആളുണ്ടെന്നുണ്ടെങ്കിൽ 2 ആൾക്ക് സെപ്പറേറ്റ് പോയിൻറ്റ്സ് ആയിരിക്കും. ഓരോ സ്പോട്ടിലാണ് നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയെങ്കിലും ഇതേപോലെ ഗോസ്റ്റിനെ കാണുന്നതനുസരിച്ച് ഞങ്ങൾ ഗോസ്റ്റിനെയും ഷൂട്ട് ചെയ്തിടുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പോയിൻറ്റ്സ് ഇതേപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഒരു സ്പെസിഫിക് സ്പോട്ടിൽ മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായപ്പോഴത്തേക്കും ഏകദേശം ആ റൈഡ് കഴിയാനായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാ സ്പോട്ടുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡിനായിരുന്നു കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ റെഡ് ഞങ്ങൾക്ക് കുറച്ച് റെയറായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു റൈഡ് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തു. കാരണം ഇതേപോലെ തന്നെ പല ആംഗിളിൽ നിന്നും ഗോസ്റ്റുകൾ നമ്മുടെ മേത്ത് വരുന്ന രീതിയിൽ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഓരോ ആക്റ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങളിത് എൻജോയ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു റൈഡ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നത്. ഒരു ഫൊറബിക് ഹാലോവീനിൽ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഡേ എടുത്തിട്ട് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇവർ ഓരോ റൈഡുകളും ഓരോ സെഷൻസും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും മാക്സിമം എല്ലാ രീതിയിലും കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇതേപോലെ ഗോബ്ലൻസിനെ കണ്ടു. അപ്പോൾ അവരായിട്ട് ഇതേപോലെ വീഡിയോ എടുത്ത് നിന്നു. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാൻ പറ്റുന്നത് ഒരു കഴിക്കാനിരിക്കാനുള്ള ഒരു സ്പോട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ ഗ്രിൽ അല്ലെങ്കിൽ ബാർബിക്യൂ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസ് നമുക്കിവിടെ ഇരുന്ന് ഗ്രില്ല് ചെയ്ത് ബാർബിക്യൂ ചെയ്തിട്ട് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഔട്ട്ഡോർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാറി കുറച്ചും കൂടിയും നടക്കുന്ന സമയത്ത് നമുക്ക് ആ വഴിയിൽ കുറേ ഇതേപോലത്തെ ഗെയിം സെഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഗെയിം സെഷൻസ് ആയിരുന്നു. കുട്ടികൾ പോരാണ്ട് വലിയവരും ഇതേപോലെ വന്നിട്ട് ഗെയിംസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഗെയിംസൊക്കെ പെയ്ഡ് വേർഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളുണ്ടായിരുന്നു. അതെല്ലാം ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ പല തരത്തിലുള്ള റൈഡുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. ഇതിലൊന്നും ഞങ്ങൾ എല്ലാത്തിലും ഞങ്ങൾക്ക് കയറാൻ സമയം ആക്ച്വലി കിട്ടിയില്ല. കാരണം ഇപ്പം തന്നെ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫയർ ബോൾ എന്നായിരുന്നു ഈ ഒരു റൈഡിൻ്റെ പേര്. ഇതും നമ്മൾ ആദ്യം കയറിയിരുന്ന റൈഡ് പോലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇത് ബാക്ക്വേർഡ്സും പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം കാണുമ്പം ഇത് ഫ്രണ്ടിൽ മാത്രമേ പോകുന്നെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, ആദ്യം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് എടുത്ത് പിന്നീടാണ് അത് ഫ്രണ്ടിലോട്ട് എടുത്തിരുന്നത് എന്ന് പറയാം. ഇപ്പൊ ചെറിയ ഫയർ ബോളിന്റെ റിയാക്ഷൻ ആണ്. ഈ തലമുടിയൊക്കെ പറന്ന് എവിടേക്കോ എത്തിട്ടൊക്കെ പറക്കാനായിട്ട് പോയി. പിന്നെ ഞങ്ങൾ മാക്സിൽ പിടിച്ചു വെച്ചു. മെയിൻ ആയിട്ട് കണ്ണടച്ചു വെച്ചു. കണ്ണടച്ച് ഒന്ന് കാണണ്ടല്ലോ. ഒരു ജാതി എക്സ്പീരിയൻസ്. ഹാർട്ട് കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു റൈഡ് ആയിരുന്നു അത്. പക്ഷെ പുറത്താണ്, നമ്മൾ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? സൂപ്പറായിരുന്നു. ഇവിടത്തെ ഈ ഭാഗം പോയി ആ ഒരു ജോ ലൈൻ മൊത്തം നല്ല വേദന. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലതായിരുന്നു. കണ്ണിനൊക്കെ വെള്ളം വരണ്ടേ. അങ്ങനെ ആ ഒരു ഹാങ് ഓവർ തീരണേന് മുന്നേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ജോക്കറും അല്ല എന്നാൽ ഗോസ്റ്റും അല്ലാത്തൊരു കമ്പൈൻഡ് വേർഷനായിരുന്നു. ഞങ്ങളത് കണ്ട് കുറച്ചധികം നേരം നിന്നുപോയി. ഞങ്ങളവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വിയേർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റായിരുന്നു അവിടെ കണ്ടിരുന്നത്.
ലാസ്റ്റ് ഇങ്ങേർക്ക് 2 നാവും കൂടി ഉണ്ടെന്ന് കണ്ടപ്പോൾ അതേ ഗൈസ് ഞങ്ങൾ ശരിക്കും അവിടെ വെച്ച് ഞെട്ടിപ്പോയി. പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന ഈ റൈഡും ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു. ഒരു ദിവസമൊക്കെ നമ്മൾ ഇതേപോലെ ഫാമിലി ആയിട്ട് വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഇതേപോലെ ഒരു ദിവസം ഫുള്ള് നമുക്ക് ഫൺ ഫീൽഡായിട്ട് നമുക്ക് അടിച്ചു കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണത്. അപ്പോൾ ടിക്കറ്റിന് ബോത്താണ്. കാരണം നമുക്ക് എല്ലാ റൈഡിലും ഇതേപോലെ ആ ഒരു പെർട്ടിക്കുലർ ടിക്കറ്റ് വെച്ചാൽ നമുക്ക് റൈഡിൽ കയറാൻ പറ്റും. പിന്നെ ഫുഡ് സ്പോട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. എന്നാലും എല്ലാതും ഉണ്ട്. എല്ലാം ഒരു ഓൾ ഇൻ ഓൾ പാക്കേജ് ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വീണ്ടും നോക്കുകയാണ് ഇനി എന്തെങ്കിലും പ്ലേസസ് ഇതുപോലെ കവർ ചെയ്യാനുള്ളത് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് അവിടെ ഇതേപോലെ ഒരു കടൽ ഏരിയ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. നല്ല ഫോട്ടോസ് എടുക്കാനും ഇതേപോലെ ചില്ല് ചെയ്ത് കുറച്ച് നേരം ഇവിടെ നിൽക്കാനും ഒക്കെ എന്താ പറ്റിയത് നല്ലൊരു രീതിയാണിത്. You guys can go ahead and press the big red button when you want the wheel to stop. Okay. So whenever. മറ്റൊരു ചാൻസ് Almost there. One number away. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ചെറിയ സൂ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനിമൽസ് ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഇതേവരെ കാണാത്ത അല്ലെങ്കിൽ റെയറായിട്ട് കാണുന്ന കുറച്ച് ആനിമൽസിനെ കാണാൻ പറ്റി. ഒറാങ്കുട്ടാൻ, ചിമ്പാൻസി, ക്യാബൽ, പിന്നെ കുറേ അധികം നമ്മളിതുവരെ കേക്ക് പോലും ചെയ്യാത്ത കുറേ ആനിമൽസിനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പമ്പാലാഗറ്റ് എന്ന് പറയുന്ന ഒരു പംകിൻ ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കാണാൻ പോയി. അതൊരു ചെറിയൊരു പോണ്ടിൻ്റെ ഒരു സൈഡിലായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതേപോലെ കുട്ടികളൊക്കെ വന്നിട്ട് ഇവർ കുറച്ച് പേര് കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇതേപോലെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് സീനൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അവിടെ നിന്ന് പതുക്കെ നടന്ന് വേറൊരു സ്പോട്ടിലോട്ട് പതുക്കെ നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലിറ്റിൽ സ്കാരി ആയിട്ടുള്ള ഒരു ഗോസ്റ്റ് ക്രീപ്പി ഹൗസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. Two. There are 2 rules if you want to enter my house. Okay. Rule number 1, stick together, please. Rule number 2, even if someone wants you to stay, you keep going. Okay. Otherwise, you might have to stay for the rest of your life. Okay. And that's no fun. Yeah. Okay. And lastly, no cameras in the house. Yeah, okay. Yeah, I know. Yeah. എങ്ങനെയുണ്ടായിരുന്നു അവൾ പിന്നില് മറ്റേ സാധനം പിടിച്ചിട്ട് വരുന്ന കൊല്ലാൻ. നമ്മൾ ആദ്യം കയറി എക്സ്പ്രസ് ട്രെയിൻ ആയിരുന്നു സൂപ്പർ സ്കെയറി. അത് ഓൾറെഡി മാപ്പിൽ റെഡ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ ലിറ്റിൽ സ്കെയറിയാണ്. പക്ഷെ ഇതുപോലെ തന്നെ നമ്മൾ ഡോറിന്റെ സൈഡില് ഇവിടെ എല്ലാത്തിലും ക്യാമറ അലോഡല്ല, അല്ലെങ്കിൽ സുഖമായിരുന്നു. ക്യാമറ അലോഡല്ല ഒന്നിനും. അപ്പൊ നമ്മള് ഈ ഒരു ഹൗസ് അല്ലേ ഗോസ്റ്റ് ഹൗസ്, അത് നമ്മൾ കയറിയിട്ട് വന്നു. ഇൻ ഗോസ്റ്റ് ഹൗസ് ആയിരുന്നു.
അതേപോലെ തന്നെ ഈ ഒരു ബാരിയേഴ്സ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം വെച്ചാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടായിരുന്നു അവർ ആ ഒരു സംഭവം ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഒട്ടുമിക്ക ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ റൈഡുകളും എല്ലാ ഗെയിംസും ഞങ്ങൾ ക്യാരി ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങാനുള്ള പരിപാടി നോക്കായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ നല്ലൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ഹേഡോ.